നടിമാരായി വരുന്നവർ മാത്രമല്ല, ഹെയർ സ്റ്റൈലിസ്റ്റുകളായി വരുന്ന സ്ത്രീകൾ, മേക്കപ്പ് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ, ഈ പറയുന്ന തുണിയൊക്കെ തുന്നാൻ വരുന്ന സ്ത്രീകൾ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പലതരത്തിലുള്ള ഹരാസ്മെന്റ് ഈ ഇൻഡസ്ട്രിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത് നടന്മാരിൽ നിന്നോ അല്ലെങ്കിൽ സംവിധായകരിൽ നിന്നോ അല്ല, മറ്റ് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ്. ആ അർത്ഥത്തിലൊക്കെ ഈ മേഖലയെ ചൂഴ്ന്നു നിൽക്കുന്ന 3 ഗുരുതര പ്രശ്നങ്ങൾ ഇതാ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. 1 ഡ്രഗ്, മയക്കുമരുന്ന്, 2 മദ്യം, 3 ലൈംഗിക ചൂഷണം. ഈ 3 കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു ക്രിമിനൽ സംഘമാണ് എന്ന് ഈ റിപ്പോർട്ട് കണ്ടെത്തുന്നു. ആ ക്രിമിനൽ സംഘം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളവരല്ല, അത് വളരെ പ്രോമിനൻ്റ് ആയ ഡയറക്ടേഴ്സ്, വളരെ പ്രോമിനൻ്റ് ആയ ആക്ടേഴ്സ്, വളരെ പ്രോമിനൻ്റ് ആയ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഈ രീതിയിലുള്ള ആളുകൾ കൂടി അവരുകൂടി ചേർന്നുകൊണ്ടുള്ള ഒരു നെക്സസ് ആണ് ഇപ്പോൾ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾക്കിടവരുത്തുന്നത് എന്ന ശക്തമായ കണ്ടെത്തലാണ് ഒരു വലിയ രേഖയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രേഖയുടെ പ്രാധാന്യം പ്രിയ പ്രേക്ഷകർ ഓർക്കണം. 100 കണക്കിന് ആളുകളെ കണ്ട് അവരെയെല്ലാം സാക്ഷികളാക്കി ആ സാക്ഷികളുടെ മൊഴി നേരിട്ടെടുത്ത് ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, സംസാരിക്കാൻ, തുറന്നു പറയാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുള്ള സ്ത്രീകളടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ ആയിരക്കണക്കിന് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാർ തീരുമാനിച്ചൊരു കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്.